ഇത് നമ്മുടെ സ്റ്റുഡിയോയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫാൻ കണ്ടില്ലേ, ആറ്റംബർഗ് വന്നേ കാണിച്ചു തരാം. അടുത്ത ഇത് നമ്മുടെ ഓഫീസ് റൂമാണ്. ഇവിടെ ഉപയോഗിക്കുന്ന ഫാനും ആറ്റംബർഗ്. ഇനി നമുക്ക് താഴോട്ട് പോവാം. ഇനി നമ്മുടെ ഡൈനിങ് റൂമിൽ അവിടെ ഉപയോഗിക്കുന്ന ഫാനും കണ്ടില്ലേ, അതും ആറ്റംബർഗിന്റെ ഫാനാണ്. ഇനി നമുക്ക് കിച്ചണിലേക്ക് പോകാം. കിച്ചണിൽ വരുമ്പോൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന ഫാനും ആറ്റംബർഗ്. അപ്പോൾ ഈ വീട്ടിൽ മിക്ക മുറികളിലും ആറ്റംബർഗിന്റെ ഫാനുകളാണ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മളിവിടെ ഫാമിലി റൂമിലും പുതിയ ഒരു ആറ്റംബർഗിന്റെ ഫാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം അവിടെ നേരത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻഡക്ഷൻ കോയിൽ ടൈപ്പ് ഫാൻ ആയിരുന്നു. അത് ഈ ഒരു ആറ്റംബർഗിന്റെ പുതിയ റെനേസ എലൈറ്റ് എന്ന് പറയുന്ന മോഡൽ ഫാനാണ്. അതുപോലെ ആ ഒരു ബെഡ്റൂമിൽ നമ്മൾ പുതിയ ഒരു ആറ്റംബർഗിന്റെ ഫാൻ കൊണ്ടുവന്നു. ഈ കാണുന്ന വൈറ്റ് കളർ ഏരിസ് കോണ്ടൂർ എന്ന് പറയുന്ന മോഡലാണ് ഇതും ആറ്റംബർഗാണ്. അപ്പോൾ ഇവിടെയുള്ള ഇപ്പോൾ മിക്ക മുറികളിലും നമ്മൾ സാധാരണ ട്രഡീഷണൽ ആയിട്ടുള്ള ഫാനുകളെല്ലാം മാറ്റി പകരം ആറ്റംബർഗിന്റെ ഫാൻ കൊണ്ടുവന്നു. എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും ആറ്റംബർഗിന്റെ ഫാൻ ഉപയോഗിക്കാനുള്ള കാരണം ഇവ BLDC ഫാനുകളാണ്. എന്താണ് BLDC ഫാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഷ്ലെസ് DC ഫാൻ എന്നാണ് ഇതിന്റെ അർത്ഥം. അതായത് ഇത്തരം ഫാനുകൾ AC-യെ DC ആക്കിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വൈദ്യുതി മാത്രമാണ് ഇത്തരം ഫാനുകൾക്ക് വരുന്നത്. സാധാരണ ഫാനുകളിൽ നിന്ന് ഏകദേശം 65% വൈദ്യുതി നമുക്ക് ഇത്തരം ഫാനുകൾക്ക് ലാഭിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇവിടുത്തെ എല്ലാ മുറികളിലും ഇപ്പോൾ സാധാരണ കൺവെൻഷണൽ ഫാനുകളെല്ലാം മാറ്റി ഇത്തരത്തിലുള്ള BLDC ആറ്റംബർഗ് ഫാനുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ പുതുതായിട്ട് ആറ്റംബർഗ് അവതരിപ്പിച്ച 2 മോഡലാണ് റെനേസ എലൈറ്റും അതുപോലെ ഐറിസ് കോണ്ടൂർ എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. അപ്പോൾ ഈ 2 ഫാനുകളുടെയും ഓരോ വിശേഷങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. ഞാൻ മുകളിലത്തെ നിലയിൽ നിന്ന് താഴത്തെ ഈ റൂമിലേക്ക് ജസ്റ്റ് ഒന്ന് വന്നേ ഉള്ളൂ, മൊത്തത്തിൽ വിയർത്തു. ഇത് നമ്മുടെ കേരളത്തിന്റെ ഒരു കാലാവസ്ഥയുടെ ഒരു പ്രശ്നമാണ്. നമുക്കറിയാം കൂടുതൽ മോയ്സ്ചർ ഉള്ള ഒരു കാലാവസ്ഥയാണ് നമുക്ക്. പ്രത്യേകിച്ച് ഇപ്പോൾ മാസം എന്ന് പറയുന്നത് മാർച്ച്, ഏപ്രിൽ, മെയ് ഒക്കെ ആകുമ്പോഴേക്കും ഭയങ്കരമായിട്ടുള്ള ചൂടും മോയ്സ്ചർ കാരണം നമുക്കൊരു പുഴുങ്ങുന്ന അവസ്ഥയാണ്. ഈ ഒരു കാലാവസ്ഥയിൽ നല്ല കൂളിംഗ് ഉള്ള കാറ്റ് കിട്ടുന്ന ഫാൻ ഉണ്ടാവണം. അതിന് നമുക്ക് ഇത്തരം ആറ്റംബർഗ് ഫാനുകൾ ഉപയോഗിക്കാം. ഇത്തരം ആറ്റംബർഗ് ഫാനുകളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റഡി ആയിട്ടുള്ള എയർ ഫ്ലോ ആണ്. നല്ല എയർ ഫ്ലോ കിട്ടും. മാത്രമല്ല ഫാനിന്റെ നോയ്സ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്ന ആ ഒരു ചെറിയ നോയ്സ് ഫാനിൽ നിന്ന് വരുന്നതല്ലേ? അതെ, ഫാനിൽ നിന്ന് വരുന്നതാണ്. പക്ഷേ ഫാനിൽ നിന്ന് വരുന്ന ആ ഒരു എയർ ഫ്ലോയുടെ ഒരു ശബ്ദമാണ്. അല്ലാതെ സാധാരണ ഫാനിന്റെ കണക്ക് മോട്ടറിന്റെ സൗണ്ടോ ഫാൻ കറങ്ങുമ്പോഴുള്ള സൗണ്ടോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ആ കാറ്റ് വരുന്നതിന്റെ ആ എയർ ഫ്ലോ കൂടുതലായതുകൊണ്ട് തന്നെ എയർ ഫ്ലോയുടെ ഒരു സൗണ്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രിയൊക്കെ നമ്മൾ ഉറങ്ങുമ്പോൾ നല്ല സുഖമായിട്ട് നമുക്ക് യാതൊരു ശല്യവുമില്ലാതെ ഇത്തരം ഫാനുകൾ ഇട്ടുകൊണ്ട് നമുക്ക് കിടന്നുറങ്ങാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ കറണ്ടിന്റെ രീതി നമുക്കറിയാം ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റിംഗ് ആണ്. വോൾട്ട് കൂടിയും കുറഞ്ഞൊക്കെ വരും. അപ്പോൾ അത്തരം കറണ്ട് കൂടുതലോ കുറഞ്ഞോ ഒക്കെ വന്നു കഴിഞ്ഞാലും ഇത്തരം ഫാനുകൾക്ക് യാതൊരുവിധ പ്രശ്നവും വരില്ല. കാരണം ഇതിന്റെ സർജ് പ്രൊട്ടക്ഷൻ നല്ല രീതിയിൽ ഇത്തരം ഫാനുകൾ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ കുറെ കാലം നമുക്ക് യാതൊരുവിധ കേടുപാടും ഇല്ലാതെ ഇത്തരം ഫാനുകൾ ഉപയോഗിക്കാനാകും. ഈ മുറിയിൽ കാണുന്ന ഏരീസ് കോണ്ടൂർ എന്ന് പറയുന്ന ഈ ഒരു മോഡലും നമ്മുടെ ആ ഒരു ലിവിംഗ് റൂമിൽ കണ്ട റെനേസ എലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു മോഡലും ആറ്റംബർഗിന്റെ പുതുതായിട്ടുള്ള 2 പ്രീമിയം ഫാനുകളാണ്. നമുക്കറിയാം നമ്മൾ പലരും റൂമിൽ ഫാനൊക്കെ ഇട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ പലരും ഫാൻ ഓഫ് ചെയ്യാൻ മറന്നിട്ട് പോകുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഒരു ദിവസമൊക്കെ 10-12 മണിക്കൂറൊക്കെ ഫാൻ ഉപയോഗിക്കുന്നവർക്ക് ഇത്തരം BLDC ഫാനിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഒരുപാട് വൈദ്യുതി കുറയ്ക്കാൻ സാധിക്കും. എങ്ങനെ പോയാലും ഒരു വർഷം ഏകദേശം 1000 രൂപ മുതൽ 1500 രൂപ വരെയുള്ള ലാഭമാണ് ഇത്തരം BLDC ഫാനുകൾ സാധാരണ ഫാനുകൾക്ക് പകരമായി ഉപയോഗിക്കുന്നതിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് പഴയ ഫാനുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് മാറി BLDCയിലേക്ക് മാറുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു സാമ്പത്തികമായിട്ട് വൈദ്യുത ബില്ലിൽ നല്ല രീതിയിലുള്ള ഒരു ലാഭം വരും. എന്നാൽ പുതിയ തരം ഫാനുകളുണ്ട് പുതുതായിട്ട് വരുന്നത്. അത്തരം ഫാനുകൾ പോലും 50-55 വാട്ടാണ് അതിന്റെ ഒരു പവർ കൺസംഷൻ. അവിടെയാണ് ഇത്തരം BLDC ഫാനുകളുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഇത്തരം BLDC ഫാനുകൾക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 25 വാട്ടിനകത്തേക്ക് മാത്രമേ ഇത്തരം BLDC ഫാനുകൾക്ക് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയും സാധാരണ ഫാനുകൾ ഉപയോഗിക്കുന്നതിനേക്കാൾ വെറും 4-1 വൈദ്യുതി മാത്രമേ നമുക്ക് ഇത്തരം ഫാനുകൾ ഉപയോഗിച്ചാൽ വരികയുള്ളൂ എന്നുള്ളതാണ് ഇത്തരം BLDC ഫാനുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു ഫാൻ നമ്മൾ വാങ്ങുമ്പോൾ മറ്റ് 2 കാര്യങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഫാനിന്റെ RPM, അതുപോലെ ഈ ഒരു ഫാനുകളുടെ എയർ ഫ്ലോ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കണം. RPM എന്ന് പറയുന്നത് ഇതിന്റെ ആ ഒരു ലീഫുകൾ കറങ്ങുന്ന ആ ഒരു വേഗതയാണ്. അതുപോലെ എയർ ഫ്ലോ എന്തുമാത്രം ഹൈ പ്രഷറിലാണ് നമ്മളിലേക്ക് കാറ്റ് എത്തുന്നത് എന്നുള്ളതാണ് അതിന്റെ ഒരു എയർ ഫ്ലോ എന്ന് പറയുന്നത്. ഫാനുകളുടെ എയർ ഫ്ലോ മെഷർ ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് CMM എന്ന് പറയുന്ന ഒരു യൂണിറ്റിലാണ്. അപ്പോൾ ഒരു ഫാനിന്റെ എഫിഷ്യൻസി നല്ലതാണോ എന്ന് മനസ്സിലാക്കാൻ അതിന്റെ RPM പരമാവധി കുറഞ്ഞിരിക്കുകയും അതിന്റെ എയർ ഫ്ലോ CMM-ൽ കൂടിയിരിക്കുകയും ചെയ്യണം. ഈ ഒരു പർട്ടിക്കുലർ മോഡൽ, അതായത് ഏരീസ് കോണ്ടൂർ എന്ന് പറയുന്ന ഈ ഒരു മോഡലിന് തന്നെ ഏകദേശം 330 മുതൽ 340 വരെയുള്ള ഒരു CMM എയർ ഫ്ലോ ആണ് ലഭിക്കുന്നത്. അതായത് ഇതിന്റെ മാക്സിമം സ്പീഡിൽ ഇട്ട് കഴിഞ്ഞാൽ അത്രയും ഒരു എയർ ഫ്ലോ നമുക്ക് കിട്ടുമെന്നുള്ളതാണ് ചുരുക്കം. ഈ ഒരു ആറ്റംബർഗിന്റെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ഹാവൽസ് അതിന് ഏകദേശം 245 CMM മാത്രമാണ് അതിന്റെ ഒരു എയർ ഫ്ലോ. അതുപോലെ തന്നെ ഓറിയന്റ് എന്ന് പറയുന്ന മോഡൽ അതിന്റെ ഒരു 240 മാത്രമാണ് അതിന്റെ ഒരു എയർ ഫ്ലോ. അപ്പോൾ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു എയർ ഫ്ലോ നൽകുന്ന ഫാനാണ് ഈ പറയുന്ന ആറ്റംബർഗിന്റെ ഏരീസ് കോണ്ടൂർ എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. ഏരീസ് കോണ്ടൂറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യേന വില കുറഞ്ഞ റെനേസ എലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ ഫാനിന് പോലും ഏകദേശം 235 ആണ് അതിന്റെ ഒരു എയർ ഫ്ലോ. എന്നാൽ ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന വി ഗാർഡിന്റെ ഒക്കെ മറ്റ് മോഡലുകളുണ്ട്, അതിനൊക്കെ 225 CMM മാത്രമാണ് അതിന്റെ ഒരു എയർ ഫ്ലോ. അപ്പോൾ ഈ ഒരു എയർ ഫ്ലോ ഈ ഫാനുകൾ കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെയും രാത്രിയൊക്കെ ഈ പറഞ്ഞ പോലെ നല്ല സുഖകരമായിട്ടുള്ള ഒരു തണുത്ത കൂളിംഗ് കാറ്റ് നമുക്ക് ഈ ഫാനുകളിൽ നിന്ന് ലഭിക്കും. സാധാരണ ഫാനുകളെ പോലെ വെറുതെ കിടന്ന് കറങ്ങുകയല്ല എന്ന് ചുരുക്കം. കറങ്ങുന്നതനുസരിച്ചുകൊണ്ട് തന്നെ നല്ല ഫ്ലോയിലുള്ള എയർ നമുക്ക് ലഭിക്കുമെന്ന് ചുരുക്കം. അതുപോലെ ആറ്റംബർഗിന്റെ ഈ മോഡലുകൾക്ക് 10 കിലോവാട്ട് വരെയുള്ള സർജ് പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. അതായത് ചെറിയ ലൈറ്റനിങ്ങിലൊന്നും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും
ഒന്നും വരില്ലെന്ന് ചുരുക്കം. സാധാരണ BLDC ഫാനുകൾ മറ്റ് കോമ്പറ്റീറ്റർ ബ്രാൻഡുകളൊക്കെ 2 to 4 കിലോ വാട്ടിൻ്റെയൊക്കെ ഒരു സർജ് പ്രൊട്ടക്ഷൻ ആണ് നൽകുന്നത്. അവിടെയാണ് ഈ ആറ്റംബർഗ് എന്ന് പറയുന്ന മോഡൽ 10 കിലോ വാട്ട് വരെയുള്ള ഒരു സർജ് പ്രൊട്ടക്ഷൻ നൽകുന്നത്. മാത്രമല്ല 350 വോൾട്ട് വരെയുള്ള ഒരു പ്രൊട്ടക്ഷനും ഈ ഒരു ഫാൻ, അതായത് ഈ ഒരു ആറ്റംബർഗിന്റെ BLDC ഫാനുകൾ നൽകുന്നുണ്ട്. ഇതാണ് ഈ ഒരു ഫാനോടൊപ്പം വരുന്ന റിമോട്ട്. ഇതൊരു യൂണിവേഴ്സൽ IR റിമോട്ടാണ്. അതായത് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആറ്റംബർഗിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മോഡൽ ഫാനുകൾ ഉപയോഗിക്കാൻ സാധിക്കും. അതായത് ഓരോ ആറ്റംബർഗ് ഫാൻ വാങ്ങുമ്പോഴും റിമോട്ട് കിട്ടുമെങ്കിലും നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ ഈ ഒരു ഒറ്റ റിമോട്ട് കൊണ്ട് വീട്ടിലുള്ള മറ്റ് ആറ്റംബർഗ് ഫാനുകളെയും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സാധാരണ ഇതിന്റെ കോമ്പറ്റീറ്റർ ബ്രാൻഡുകൾക്കൊക്കെ ഓരോ ഫാനിനും ഓരോ ഡെഡിക്കേറ്റഡ് റിമോട്ടാണ്. ആ ഒരു റിമോട്ട് കൊണ്ട് മറ്റ് ഫാനുകളിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ആറ്റംബർഗ് ഈ പറഞ്ഞ ഒറ്റ റിമോട്ട് കൊണ്ട് തന്നെ ഇവരുടെ ഒട്ടുമിക്ക എല്ലാ മോഡൽ ഫാനുകളെയും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇവിടെ റിമോട്ടിലേക്ക് വരുമ്പോൾ പവർ ഓൺ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. അതുപോലെ 5 വ്യത്യസ്ത സ്പീഡുകളിൽ വർക്ക് ചെയ്യിക്കുന്നതിനുള്ള ബട്ടണുകളുണ്ട്. ഇവിടെ B എന്ന് എഴുതിയൊരു ബട്ടൺ ഉണ്ട്. ഈ ഒരു ബട്ടൺ എന്ന് പറയുന്നത് ബൂസ്റ്റ് മോഡാണ്. അപ്പോൾ ഈ ഒരു ബൂസ്റ്റ് മോഡിലേക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഫാനിന്റെ 5 എന്ന സ്പീഡിന്റെയും മുകളിലുള്ള ഒരു ബൂസ്റ്റിംഗ് സ്പീഡിൽ ഏറ്റവും ഹയർ സ്പീഡിൽ കറങ്ങുമെന്ന് ചുരുക്കം. അതുപോലെ തന്നെ ഈ ഒരു റിമോട്ടിൽ പിന്നീട് ടൈമർ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ 2 മണിക്കൂർ 4 മണിക്കൂർ അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള മണിക്കൂറുകൾ സെറ്റ് ചെയ്തുകൊണ്ട് ഈ ബട്ടണിന്റെ ഓരോ പ്രസ്സിലും ഓരോ മണിക്കൂറുകൾ സെറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഉറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക് അത്രയും ടൈം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വേണമെങ്കിൽ ഓഫ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇവിടെ LED ലൈറ്റിനുള്ള ഒരു ബട്ടൺ ഉണ്ട്. നിങ്ങൾ കണ്ടു കാണും, ഫാനകത്ത് LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ലൈറ്റ് ഓൺ ഓഫ് ചെയ്ത് ഇടാൻ സാധിക്കും. അതുപോലെ തന്നെ സ്ലീപ്പ് മോഡ് കൊടുത്തിട്ടുണ്ട്. ഈ സ്ലീപ്പ് മോഡ് കൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സ്ലീപ്പ് മോഡിലേക്ക് ഇട്ടാൽ മാക്സിമം സ്പീഡ് 5 സ്പീഡിൽ ഈ ഒരു ഫാൻ കറങ്ങും. പിന്നീട് മണിക്കൂറുകൾ കഴിയും തോറും 5 എന്ന സ്പീഡിൽ നിന്ന് താന്ന് സ്പീഡ് താഴേക്ക് വന്ന് നമ്മൾ ഉറക്കം പിടിക്കുന്നതനുസരിച്ച് ഫാൻ്റെ സ്പീഡ് കുറഞ്ഞു വരും. അതായത് നമ്മൾ ഉറക്കം പിടിക്കുന്നതിന് മുമ്പാണല്ലോ നമുക്ക് നല്ല രീതിയിൽ കാറ്റ് വേണ്ടുന്നത്. ഏകദേശം നമ്മൾ ഉറങ്ങി കഴിയുമ്പോൾ ഇതിന്റെ സ്പീഡ് ഓട്ടോമാറ്റിക്കായി കുറച്ചു കൊണ്ടുവരും. അതാണ് സ്ലീപ്പ് മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ ഇത്രയും ഓപ്ഷനുകൾ ഈ ഒരു ഫാൻ്റെ റിമോട്ടിൽ തന്നെ നൽകിയിട്ടുണ്ട്. അതുപോലെ ഈ ഫാനുകളിൽ നോക്കി ആ സെന്ററിൽ ഒരു മൂൺ ബീം ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് രാത്രി ചിലർക്കൊക്കെ ഉറക്കം പിടിക്കണമെങ്കിൽ തന്നെ റൂമിൽ ചെറിയൊരു ലൈറ്റ് ആവശ്യമുണ്ട്. അതിന് മറ്റൊരു ബൾബിന്റെ ആവശ്യമില്ലാതെ ഇതിനകത്ത് തന്നെയുള്ള ആ ഒരു മൂൺ ബീം ലൈറ്റ് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ രാത്രി ഒരു ആംബിയന്റ് ലൈറ്റ് റൂമിൽ കിട്ടും. ആ ഒരു ലൈറ്റിന്റെ ഇന്റൻസിറ്റി വെട്ടം കൂട്ടുകയോ കുറയ്ക്കുകയോ വേണമെങ്കിൽ അത് ഇതിന്റെ കറസ്പോണ്ടിങ് ആപ്ലിക്കേഷൻ വഴി ചെയ്യാനും സാധിക്കും. ഈ ഒരു ഫാൻ സ്മാർട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് പല രീതിയിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യാം. ഒന്നുകിൽ നമ്മൾ ഇരിക്കുന്നിടത്ത് എണീറ്റ് വന്ന് ഇതുപോലെ സ്വിച്ച് പ്രസ് ചെയ്ത് നമുക്ക് ഓഫ് ചെയ്യാം. അതല്ല ഇനി ഇരിക്കുന്നിടത്ത് എണീക്കാൻ കഴിയത്തില്ലെങ്കിൽ ഈ റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് ഓഫ് ചെയ്യാം, ഓൺ ചെയ്യാം, സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, പല കാര്യങ്ങളും ഇതിനകത്ത് ചെയ്യാം. ഇനി റിമോട്ട് എപ്പോഴും നമ്മുടെ അടുത്ത് ചിലപ്പോൾ കാണണമെന്നില്ല. റിമോട്ട് ഇല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ കൂടെ അടുത്ത് കാണുന്ന ഒന്നാണ് നമ്മുടെ ഈ കയ്യിലുള്ള ഫോൺ. അപ്പോൾ ഈ ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഫാനിനെ കൺട്രോൾ ചെയ്യാം. ഈ ആപ്പിന്റെ ഇന്റർഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ റിമോട്ടിനകത്തുള്ള പല കാര്യങ്ങളും, ഇപ്പോൾ സ്പീഡ് കൂട്ടുക, കുറയ്ക്കുക, അതുപോലെ ഈ ഒരു ഫാൻ ടേൺ ഓഫ് ചെയ്യുക, ഓൺ ചെയ്യുക, അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബ്രൈറ്റ്നസ് കണ്ടില്ല, ആ ഒരു LED ലൈറ്റിന്റെ ബ്രൈറ്റ്നസ് കുറയ്ക്കാനും ഇപ്പോൾ രാത്രിയൊക്കെ നമുക്ക് കൂടുതൽ വെട്ടം വേണമെങ്കിൽ ഇതുപോലെ ബ്രൈറ്റ്നസ് കൂട്ടിയിടാനും ഒക്കെ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഫോണും കയ്യിലില്ലെങ്കിൽ വോയിസ് ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാം. അതായത് അലക്സ, ഗൂഗിൾ സപ്പോർട്ട് ഉണ്ട്. നമ്മുടെ കയ്യിൽ അലക്സ ഡിവൈസുകൾ ഉണ്ടെങ്കിലോ അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ സ്മാർട്ട് ഫോണിനകത്ത് ഗൂഗിൾ ഹോം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഇത് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വോയിസ് ഉപയോഗിച്ചുകൊണ്ട്, ഫോൺ കയ്യിൽ വേണ്ട, വോയിസ് ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും പറഞ്ഞാൽ മതി. ഓക്കെ ഗൂഗിൾ, ടേൺ ഓഫ് റൂം ഫാൻ. കണ്ടില്ലേ, turning off the room fan. കണ്ടില്ലേ, ഇവിടെ ഗൂഗിളിനോട് പറഞ്ഞാണ് ഞാൻ വോയിസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഫാനിനെ ഇപ്പോൾ കൺട്രോൾ ചെയ്തത്. ഇനി അതുമല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു ആറ്റംബർഗിന്റെ ആപ്പിനകത്ത് തന്നെ നമുക്ക് വോയിസ് ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ആപ്പിന്റെ മെയിൻ ഇന്റർഫേസിൽ ഇവിടെ ഒരു മൈക്കിന്റെ സിമ്പിൾ ഉണ്ട്. അതിൽ വന്നിട്ട് ടേൺ ഓൺ ഫാൻ, Turning on the fan. കണ്ടില്ലേ, ആ രീതിയിൽ നമുക്ക് ഈ ഒരു ആപ്പിൽ വോയിസ് കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. ഗൂഗിൾ ഹോം ഉപയോഗിച്ചുകൊണ്ട്, ഗൂഗിൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അലക്സ ഉപയോഗിച്ചുകൊണ്ട് വോയിസ് കൺട്രോൾ ചെയ്യാം. അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഫാൻ്റെ ആപ്പിനകത്ത് നമുക്ക് വോയിസ് കൺട്രോൾ ചെയ്യാം. അപ്പോൾ നമുക്ക് എവിടെ നിന്നും കൺട്രോൾ ചെയ്യാൻ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ഫാൻ ഓഫ് ചെയ്യാൻ മറന്നുപോയി, നമ്മൾ വീട്ടിൽ നിന്ന് പുറത്ത് പോയി എവിടെയെങ്കിലും യാത്ര പോയി കഴിയുമ്പോഴാണ് നമ്മൾ ഈ ഫാൻ ഓഫ് ചെയ്യാൻ മറന്നു എന്ന് തോന്നുന്നെങ്കിൽ ഫോണിനകത്ത് ഇവരുടെ കറസ്പോണ്ടിങ് ആറ്റംബർഗിന്റെ ഹോം ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൺ ആണോ ഓഫ് ആണോ എന്ന് അറിയാം. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതുപോലെ എവിടെ നിന്നും ഫോണിൽ ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് ടേൺ ഓഫ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് കൂടുതൽ പവർ കട്ടൊക്കെ ഉള്ള ഒരു ഏരിയ ആണെങ്കിൽ, വീട്ടിൽ ഇൻവെർട്ടറൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരം ആറ്റംബർഗിന്റെ BLDC ഫാൻ ആയിരിക്കും ഉപയോഗിക്കുന്നത് നല്ലത്. കാരണം ഇൻവെർട്ടറിൽ പോലും ഇത്തരം BLDC ഫാനുകൾ കൂടുതൽ സമയം വർക്ക് ചെയ്യും. അതായത് ഇതിന് കുറച്ച് വൈദ്യുതി മാത്രമേ ചിലവാകുന്നുള്ളത് കൊണ്ട് തന്നെയും, ഇൻവെർട്ടറിൽ നിന്ന് അധികം കറണ്ട് എടുക്കാത്തത് കൊണ്ട് തന്നെയും ഇൻവെർട്ടറിലാണെങ്കിൽ പോലും ഈ ഫാനുകൾ ദീർഘനേരം വർക്ക് ചെയ്യുമെന്ന് ചുരുക്കം. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അലുമിനിയം മെറ്റീരിയൽ കൊണ്ടാണ് ഇതിന്റെ ആ ഒരു ബ്ലേഡ് ഒക്കെ തയ്യാറാക്കിയിരിക്കുന്നത്. കാണാൻ തന്നെ നല്ല ലുക്കാണ്, പ്രീമിയം ഫീൽ നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഡ്യൂറബിലിറ്റിയും, അലുമിനിയം മെറ്റാലിക് ആ ഒരു ബ്ലേഡൊക്കെ ആയതുകൊണ്ട് തന്നെയും നല്ല ഒരു ഡ്യൂറബിലിറ്റിയും ഈ ഫാനുകൾ നൽകും. ഞാൻ പറയില്ലേ, നമ്മുടെ ഈ വീട്ടിൽ തന്നെ പല റൂമുകളിലും കുറേ വർഷങ്ങളായിട്ട് തന്നെ, ഏകദേശം 3-4 വർഷം കൊണ്ട് തന്നെ ആറ്റംബർഗ് ഫാനുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതുവരെ ദൈവം സഹായിച്ച ഒരു ഫാനുകൾക്കും അങ്ങനെയുള്ള കംപ്ലൈന്റുകളൊന്നും വന്നിട്ടുമില്ല. ഇവിടെ മറ്റൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യമുണ്ട്. സാധാരണ ഫാനുകളിൽ പൊടി അക്യുമുലേറ്റ് ചെയ്യുന്നത് പോലെ ഇത്തരം BLDC ആറ്റംബർഗ് ഫാനിൽ അങ്ങനെ അധികം പൊടി അക്യുമുലേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു സത്യമാണ്. കാരണം എനിക്ക് തോന്നുന്നു അതിനകത്ത് ഉപയോഗിച്ചിരുന്ന പെയിന്റിന്റെ ക്വാളിറ്റി കൊണ്ടങ്ങനെ ആയിരിക്കാം, എനിക്കറിയില്ല. എന്തായാലും സാധാരണ കൺവെൻഷണൽ ഫാനുകളിൽ വീട്ടിൽ, എൻ്റെ പഴയ വീട്ടിലൊക്കെ ആണെങ്കിൽ ഒരുപാട് പൊടി പിടിച്ച് പെട്ടെന്ന് നമ്മൾ ക്ലീൻ ചെയ്താലും
കഴിഞ്ഞാലും മാസങ്ങൾക്കുള്ളിൽ പെട്ടെന്ന് പൊടി പിടിക്കും. പക്ഷേ ഈ ഒരു ആറ്റംബർഗിൻ്റെ ഫാൻ ഇവിടെ ഉപയോഗിച്ചതിന് ശേഷം അധികം പൊടി മറ്റ് ഫാനുകളിൽ വരുന്നത് പോലെ അധികം പൊടി പിടിച്ചിരിക്കുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. അതുപോലെ ഇവരുടെ വാറണ്ടി എലൈറ്റ് എന്നൊക്കെ പറയുന്ന ഇവരുടെ മോഡലിന് ഏകദേശം 5 വർഷം വരെയൊക്കെയുള്ള വാറണ്ടി ലഭിക്കും. അതുപോലെ എലൈറ്റ് മോഡലുകൾക്കൊക്കെ ഫ്രീ ഇൻസ്റ്റാളേഷൻ നൽകും. നമ്മൾ ഓൺലൈനിലൊക്കെ വാങ്ങുകയാണെങ്കിൽ പോലും അത് അവർ ഫ്രീ ആയിട്ട് വന്ന് വീട്ടിൽ സെറ്റപ്പ് ചെയ്ത് തരും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആരാണ് ഇത്തരം BLDC ഫാനുകൾ വാങ്ങേണ്ടത്? നിങ്ങൾ സാധാരണ ഫാനുകൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ വൈദ്യുതി ബിൽ വരുന്നെങ്കിൽ ഇത്തരം ആറ്റംബർഗിന്റെ BLDC ഫാനുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വൈദ്യുതി ബിൽ കാര്യമായിട്ടുള്ള കുറവ് വരും. അതുപോലെ രാത്രി സുഖകരമായിട്ടുള്ള ഒരു ഉറക്കം ലഭിക്കുന്നതിന് ഇത്തരം ഫാനുകൾ ഉപയോഗിക്കും. കാരണം ഈ പറഞ്ഞ പോലെ ഒരു ഓവറായിട്ടുള്ള സൗണ്ട് ഒന്നും ഇതിന്റെ ഫാനിൽ നിന്ന് വരുന്നില്ല. നേരെ മറിച്ച് ആ എയർ ഫ്ലോയുടെ ഒരു ചെറിയ ശബ്ദം മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ ഇതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റി, ഇതിന്റെ ഒരു ഡ്യൂറബിലിറ്റി, ഇതിന്റെ ഒരു 5 വർഷം വരെയൊക്കെയുള്ള ഒരു വാറണ്ടി, അങ്ങനെ നമുക്കൊരു എന്താ പറയുക ഒരു തലവേദന രഹിതമായിട്ടുള്ള ഒരു സർവീസും ഈ ഒരു കമ്പനി നൽകുന്നുള്ളത് കൊണ്ട് തന്നെയും എന്തായാലും ഈ പറഞ്ഞ വൈദ്യുത ബില്ലിൽ നല്ല രീതിയിൽ ഒരു ലാഭം ആഗ്രഹിക്കുന്നവർക്ക് ഇത്തരത്തിൽ ആറ്റംബർഗിന്റെ ഫാനുകൾ, അതും BLDC ഫാനുകൾ ഉപയോഗിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ട ആറ്റംബർഗിന്റെ ഏരിസ് കോണ്ടൂർ എന്ന് പറയുന്ന ഈ ഒരു മോഡലുണ്ട്, റെനേസ എലൈറ്റ് എന്ന് പറയുന്ന മോഡലുണ്ട്. ഈ ഏരിസ് കോണ്ടൂർ വാങ്ങണോ അല്ലെങ്കിൽ റെനേസ എലൈറ്റ് വാങ്ങണോ, ഇത് രണ്ടും തമ്മിൽ തന്നെ പ്രത്യേകതകളുണ്ട്. അതായത് ഏരിസ് കോണ്ടൂർ എന്ന് പറയുന്നത് കൂടുതൽ എയർ ഫ്ലോ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ ഈ ഒരു ഫാൻ ഉപയോഗിക്കുന്ന ഒരു വലിയ റൂമിലൊക്കെ ആണെങ്കിൽ ആ റൂമിൽ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഏരിസ് കോണ്ടൂർ എന്ന് പറയുന്ന ഈ ഒരു മോഡൽ തന്നെ വാങ്ങാം. കാരണം ഇതിപ്പോൾ നമ്മൾ വളരെ കുറച്ച് സ്പീഡിലാണ് ഇട്ടിരിക്കുന്നതിൻ്റെ മാക്സിമം സ്പീഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ റൂമിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നല്ല രീതിയിലുള്ള കാറ്റ് ലഭിക്കും. മാത്രമല്ല വളരെ എസ്തെറ്റിക് ആയിട്ടുള്ള കിഡിൽ ലുക്കാണ് ഈ ഒരു ഏരിസ് കോണ്ടൂർ എന്ന് പറയുന്ന ഈ ഒരു മോഡൽ നൽകുന്നത്. എന്നാൽ റെനേസ എലൈറ്റ് നമ്മൾ അവിടെ ലിവിംഗ് റൂമിലാണ് ഇട്ടിരിക്കുന്നത് അല്ലേ. വീട്ടിലേക്ക് ആരെങ്കിലും ആദ്യം ഇപ്പോൾ ബെഡ്റൂമിൽ എല്ലാവരും വന്ന് കാണണമെന്നൊന്നുമില്ല. ആ സമയം ലിവിംഗ് റൂമിലാകുമ്പോൾ വീട്ടിലേക്ക് വരുന്ന ഗസ്റ്റുകളെല്ലാം അവിടെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡെക്കറേറ്റീവ് സ്റ്റൈലായിട്ടുള്ള ഒരു ഫാനാണ് ഈ പറയുന്ന റെനേസ എലൈറ്റ്. അതുകൊണ്ടാണ് ആ ഒരു ഫാൻ നമ്മൾ ആ ഒരു ലിവിംഗ് റൂമിൽ ഇട്ടത്. മാത്രമല്ല അതിനകത്ത് ഈ പറഞ്ഞ മൂൺ ബീം ലൈറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ രാത്രി വേണമെങ്കിൽ ഫാൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും നമുക്ക് വേണമെങ്കിൽ ആ ഒരു ലൈറ്റ് വേണമെങ്കിൽ ഓൺ ആക്കി ഇടാനും ഒക്കെ സാധിക്കും. ഈ പറഞ്ഞ പോലെ ഒരു എയർ ഫ്ലോ നിങ്ങൾക്ക് കൂടുതൽ വേണം വലിയ റൂമിലേക്കാണെങ്കിൽ ഈ പറയുന്ന ഏരിസ് കോണ്ടൂർ സെലക്ട് ചെയ്യാം. അതല്ല ഒരു മീഡിയം സൈസ് റൂമും സ്മോൾ റൂം ഒക്കെ ആണെങ്കിൽ റെനേസ എലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു മോഡലും നിങ്ങൾക്ക് വാങ്ങാം. അടുത്തായിട്ട് ഈ മോഡൽ ഫാനുകളുടെ പ്രൈസിംഗ് ആണ്. റെനേസ എലൈറ്റ് എന്ന് പറയുന്ന മോഡലിന്റെ വില എന്ന് പറയുന്നത് 4899 രൂപയും അതുപോലെ ഈ ഒരു ഏരിസ് കോണ്ടൂർ എന്ന് പറയുന്ന മോഡലിന്റെ വില 6799 രൂപയുമാണ്. വില ചിലപ്പോൾ കൂടാം കുറയാം ഫ്ലക്ച്വേറ്റ് ചെയ്യാം. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എന്താണെന്ന് പോലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ആറ്റംബർഗിന്റെ പല വിലയിലുള്ള പല മോഡൽ ഫാനുകളുണ്ട്. അവ സന്ദർശിക്കുന്നതിനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ വെച്ചിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലുകൾ നോക്കി വാങ്ങാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റു പ്രോഡക്റ്റിന്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണണം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.